ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഓൾ ടൈം ഫേവറേറ്റ്സ് ബൈ രാജി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു അച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുളിഞ്ചിക്കയാണ്. അതിനെ നന്നായിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് എന്ത് അതിനകത്ത് കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടിയും ഇട്ട് അതിനെ സെറ്റാവാൻ വേണ്ടി വെക്കുക. ഇത് ഞാൻ രാവിലെ ഉപ്പും കായപ്പൊടിയും ഇട്ട് വെച്ചിട്ട് വൈകുന്നേരമാണ് അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പം അതിനെ സെറ്റാക്കാൻ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയൊക്കെ വയ്ക്കുക. ഇത് വെച്ചാൽ കായവും ഉപ്പും ഒക്കെ അതിൽ നല്ല പിടിച്ചിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക, കുറച്ച് കടുകിടുക, കറിവേപ്പില ഇടുക, 2 വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചേക്കുന്നത്, പിന്നെ വെളുത്തുള്ളി ഒരു 6-7 അല്ലി മതി. ആ വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ അതിനകത്തുള്ള വെള്ളമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട്, അതായത് നല്ല ക്രിസ്പി ആയിട്ട് വറക്കേണ്ട ആവശ്യമില്ല, ഒരു ബ്രൗൺ കളറ് ആവുകയും വേണം. ഇത് നമ്മൾ രാവിലെ തയ്യാറാക്കി വെച്ച, അതായത് ഉപ്പും കായപ്പൊടിയും ഇട്ട് വെച്ച പുളിഞ്ചിക്കാണ്, നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ഇടുക, അതിനുശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക, അതിനുശേഷം ഒരു 3 സ്പൂണ് മുളക് പൊടി ഇടുക. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, ഒരു 3 സ്പൂണ് മുളക് പൊടി ഇടുക. പുളിഞ്ചിക്കയുടെ അളവനുസരിച്ചാണ്. അതിനുശേഷം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പുളിഞ്ചിക്ക എടുത്ത് ഇതിനകത്തേക്ക് ഇടുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. കാണാമേ.